ഹായ് ഹലോ എവ്രിവൺ. FIUGP മേജർ ഫിസിക്സിലെ ട്രാൻസിസ്റ്റർ എന്ന ചാപ്റ്ററിലെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കോമൺ ബേസ് കണക്ഷനെ കുറിച്ചാണ്. അതായത് ഈ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റിൽ ഇൻപുട്ട് നൽകുന്നത് എമിറ്ററിനും ബേസിനും ഇടയിലാണ്, ഔട്ട്പുട്ട് എടുക്കുന്നത് കളക്ടറിനും ബേസിനും ഇടയിൽ നിന്നാണ്. അതായത് ഇവിടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ഇൻപുട്ടിനും ഔട്ട്പുട്ട് സർക്യൂട്ടുകൾക്കും കോമൺ ആണ്. കോമൺ ബേസ് NPN ട്രാൻസിസ്റ്ററിൻ്റെയും കോമൺ ബേസ് PNP ട്രാൻസിസ്റ്ററിൻ്റെയും സർക്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫയാണ്. ഇത് ഔട്ട്പുട്ട് കറണ്ടും ഇൻപുട്ട് കറണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ്. ഒരു കോമൺ ബേസ് കണക്ഷനിൽ എമിറ്റർ കറണ്ട് ഇൻപുട്ട് കറണ്ടും കളക്ടർ കറണ്ട് ഔട്ട്പുട്ട് കറണ്ടും ആണ്. ഇനി കോൺസ്റ്റൻറ്റ് കളക്ടർ ബേസ് വോൾട്ടേജിൽ അതായത് VCBയിൽ കളക്ടർ കറണ്ടിൽ ഉണ്ടാക്കുന്ന മാറ്റവും എമിറ്റർ കറണ്ടിൽ ഉണ്ടാക്കുന്ന മാറ്റവും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ആൽഫ എപ്പോഴും ഒന്നിനേക്കാൾ മുകളിലല്ല. എന്നാലും ബേസ് കറണ്ട് കുറയ്ക്കുന്നതിന് ബേസ് തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടാണ് നിർമ്മിക്കുന്നത്. ഇൻ കൊമേഴ്ഷ്യൽ ട്രാൻസിസ്റ്റർ പ്രാക്ടിക്കൽ വാല്യൂസ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഫ്രം 0.9 to 0.999 വരെയാണ്. നെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോർ കളക്ടർ കറണ്ടാണ്. അതായത് എമിറ്റർ കറണ്ട് മുഴുവനായിട്ടും കളക്ടറിൽ എത്തുന്നില്ല, കാരണം അതിൻ്റെ ഒരു ചെറിയ ഭാഗം ബേസിലെ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ കാരണം ബേസ് കറണ്ടായിട്ട് മാറുന്നുണ്ട്. കൂടാതെ റിവേഴ്സ് ബയാസ് ജംഗ്ഷൻ മൈനോറിറ്റി കരിയേഴ്സുകളിൽ നിന്നുള്ള ചെറിയ ലീക്കേജ് കറണ്ടിനെ അലോ ചെയ്യുന്നു. ദർഫോർ ടോട്ടൽ കളക്ടർ കറണ്ട് കൺസിസ്റ്റ് ഓഫ് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് എമിറ്റർ കറണ്ടിൻ്റെ കളക്ടർ ടെർമിനലിൽ എത്തുന്ന ഭാഗം, അതായത് ആൽഫ IE. രണ്ടാമതെന്ന് പറയുന്നത് ലീക്കേജ് കറണ്ട് I ലീക്കേജ്. ഇത് ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് അവിടെയുള്ള മൈനോറിറ്റി കരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന കറണ്ടാണ് ഇതെന്ന് പറയുന്നത്. ഇത് പൊതുവേ എമിറ്റർ കറണ്ടിനേക്കാൾ വളരെ കുറവായിരിക്കും. ദർഫോർ ടോട്ടൽ കളക്ടർ കറണ്ട് IC ഈസ് ഈക്വൽ ടു ആൽഫ IE പ്ലസ് I ലീക്കേജ് ആണ്. ഇനി എമിറ്റർ സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കുമ്പോൾ കളക്ടർ സർക്യൂട്ടിലൂടെ വളരെ ചെറിയ ഒരു ലീക്കേജ് കറണ്ട് ഒഴുകുന്നുണ്ട്. ഇതിനെയാണ് ICBO എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമുക്കറിയാം IC ഈസ് ഈക്വൽ ടു ആൽഫ IE പ്ലസ് ICBO ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം IE ഈസ് ഈക്വൽ ടു IC പ്ലസ് IB ആണെന്നുള്ളത്. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമ്മൾ IC കണ്ടുപിടിക്കുകയാണ്. IC ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റിലേഷനിലെ IEക്ക് പകരം നമ്മൾ സെക്കൻഡിലെ IE എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തത് IC ആൽഫ എന്നുള്ളത് കോമൺ ആക്കിയിട്ട് എടുത്തു. അതിനുശേഷം 1 മൈനസ് ആൽഫ എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ ഇൻറ്റു ആയതുകൊണ്ട് തന്നെ ഈക്വൽ ടുവിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താവും, ഡിവൈഡഡ് ആയിട്ട് മാറും. കളക്ടർ കറണ്ട് കണ്ടെത്താൻ റിലേഷൻ 1 and 2 ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ കറണ്ട്, എമിറ്റർ കറണ്ട് അല്ലെങ്കിൽ ബേസ് കറണ്ട് എന്നിവ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാമെന്ന് ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാണ്. ഇനി കോമൺ ബേസ് കോൺഫിഗറേഷനിൽ എമിറ്റർ കറണ്ട് 0 ആയിരിക്കുമ്പോൾ പോലും ചെറിയൊരു കളക്ടർ കറണ്ട് ഒഴുകുന്നു. ഇതാണ് ലീക്കേജ് കളക്ടർ കറണ്ട് എന്ന് പറയുന്നത്. ഇതിനെ ICBO എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എമിറ്റർ വോൾട്ടേജ് അതായത് VEE കൂടി അപ്ലൈ ചെയ്താൽ ഫിഗറിൽ കാണിച്ചതുപോലെ ആയിരിക്കും വേരിയസ് കറൻസ്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമൺ ബേസ് കണക്ഷൻ ആണ്. രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നോക്കാം. അതായത് ഇത് കളക്ടർ ബേസ് വോൾട്ടേജ് VCB കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ എമിറ്റർ കറണ്ട് IEയും എമിറ്റർ ബേസ് വോൾട്ടേജ് VEBയും തമ്മിലുള്ള റിലേഷനെ സൂചിപ്പിക്കുന്ന കേവാണ്. കേവ് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഈ ഒരു കേവിൽ IE Y ആക്സിസിലും VEB X ആക്സിസിലും ആണുള്ളത്. ഇതാണ് ആ ഒരു കേവ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് രണ്ട് പോയിൻറ്റ്സ് നോക്കാം. ഒന്നാമതായിട്ട് VEB അതായത് എമിറ്റർ ബേസ് വോൾട്ടേജ് ഉണ്ടാക്കുന്ന ചെറിയ വർധനവിലൂടെ എമിറ്റർ കറണ്ടായിട്ടുള്ള IE വേഗത്തിൽ വർദ്ധിക്കുന്നു. ഇതിനർത്ഥം ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ കുറവാണ് എന്നാണ്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എമിറ്റർ കറണ്ട് കളക്ടർ ബേസ് വോൾട്ടേജിനെ കാര്യമായിട്ട് ആശ്രയിക്കുന്നില്ല. ഇതിൽ നിന്നും എമിറ്റർ കറണ്ടും അതുകൊണ്ട് തന്നെ കളക്ടർ കറണ്ടും കളക്ടർ വോൾട്ടേജിൽ നിന്ന് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളത് ഒരു നിഗമനത്തിലെത്താം. നെക്സ്റ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്.
അതായത് കളക്ടർ ബേസ് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ എമിറ്റർ ബേസ് വോൾട്ടേജിലെ ചേഞ്ചും എമിറ്റർ കറണ്ടിലുണ്ടാകുന്ന ചേഞ്ചും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബി ഇ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ ഇ അറ്റ് കോൺസ്റ്റൻറ്റ് വി സി ബി. ഇൻ ഫാക്റ്റ് സിഗ്നൽ കറണ്ട് ഉണ്ടാക്കുന്ന തടസ്സത്തെയാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി വളരെ ചെറിയ എമിറ്റർ ബേസ് വോൾട്ടേജ് ആണെങ്കിൽ പോലും എമിറ്റർ കറണ്ടിന് ഇത് മതിയാകും. ദെർഫോർ ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.